എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വർഷിപ്പ് ഡാഷ്. അപ്പം ഇൻഡസ് പീപ്പിൾ താഴെ പറയുന്നവയിൽ എന്തിനെയാണ് ആരാധിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, പശുപതി, ഇന്ദ്ര ആൻഡ് വരുണ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇൻഡസ് പീപ്പിൾ എന്തിനെയൊക്കെയാണ് ആരാധിച്ചിരുന്നത്, എന്തിനെയൊക്കെയാണ് വർഷിപ്പ് ചെയ്തിരുന്നത്. മദർ ഗോഡസ്, പീപ്പൽ ട്രീ, ഡൗ ആൻഡ് പീജിയൻ, പശുപതി മഹാദേവ. നമ്മളിതെല്ലാം വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്തിനെയൊക്കെയാണ് ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്യുന്നത്, എന്തിനെയൊക്കെയാണ് നോട്ട് ചെയ്തോണം. മദർ ഗോഡസ് ഉണ്ട്, പീപ്പൽ ട്രീ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പശുപതി മഹാദേവയുണ്ട്, ഡൗ ആൻഡ് പീജിയൻ ഉണ്ട്. അപ്പം ഇവിടുത്തെ ഉത്തരം ഏത് വരും? അത് പശുപതിയാണ്. നോട്ട് ചെയ്യുക. ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ്? പശുപതിയെയാണ്. ഇനി ഈ പശുപതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശിവന്റെ ആദി രൂപമായിട്ടാണ്, ലോർഡ് ശിവയുടെ ആദി രൂപമായിട്ടാണ് എന്താ കൺസിഡർ ചെയ്തിരുന്നത് എന്തിനെ? ഈ പശുപതി മഹാദേവയെ. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പശുപതി മഹാദേവയുടെ സീല് കിട്ടിയ ഇൻഡസ് സൈറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? അപ്പം ഏതാണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പശുപതി മഹാദേവയുടെ സീല് കണ്ടെടുത്ത, എവിഡൻസ് ആയിട്ട് കണ്ടെടുത്ത ഇൻഡസ് സൈറ്റ് ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതിനെയാണ് ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്തിരുന്നത്? അത് പശുപതി മഹാദേവയാണ്. അപ്പോൾ പശുപതി എന്ന് പറഞ്ഞാൽ ശിവന്റെ ഒരു ആദി രൂപമായിട്ടാണ് എന്ത് പീപ്പിൾ കൺസിഡർ ചെയ്തിരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പശുപതി മഹാദേവ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോർഡ് ഓഫ് ഓൾ ആനിമൽസ് എന്നാണ്. പശുപതി മഹാദേവ എന്താണ്? ലോർഡ് ഓഫ് ഓൾ ആനിമൽസ്. ഇങ്ങനെ വേണേലും ചോദിക്കാം. ലോർഡ് ഓഫ് ഓൾ ആനിമൽസ് എന്നറിയപ്പെടുന്നത് ഏത് എന്താണ് ആരാണെന്ന് ചോദിക്കാം. എന്നിട്ട് കുറേ ഓപ്ഷൻസും തരാം ഏത് ലോർഡാണെന്ന് ചോദിച്ചിട്ട്. ഏതാണത്? പശുപതിയാണ്. ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്തിരുന്നത് എന്തിനൊക്കെയാണ്? മദർ ഗോഡസ്, പീപ്പൽ ട്രീ, പശുപതി മഹാദേവ, പിന്നെന്താണ്? ഡൗ ആൻഡ് പീജിയൻ. ദ ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ നിയോളിത്തിക് പീപ്പിൾ വാസ് ഡാഷ്. എന്താണ്? നവീന ശിലായുഗത്തിലെ ആളുകൾ ആദ്യമായി ഇണക്കി വളർത്തിയ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത മൃഗം ഏതാണ്? ഷീപ്പ്, ഗോട്ട്, ഡോഗ്, ഹോഴ്സ്. അപ്പം ഏതിനെയാണ് നവീന ശിലായുഗത്തിലെ ആളുകൾ ആദ്യമായി ഇണക്കി വളർത്തിയത്? അത് ഡോഗിനെയാണ്. മറക്കരുത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി നിയോളിത്തിക് പീപ്പിൾ, അതായത് നവീന ശിലായുഗത്തിലെ ആളുകൾ ആദ്യമായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനിമൽ ഏതാണ്, മൃഗം ഏതാണ്? അത് ഡോഗാണ്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ദ സ്റ്റോൺ ഏജ് പീപ്പിൾ ഹാഡ് ദ ഫസ്റ്റ് ഡൊമസ്റ്റിക്കേറ്റഡ്. എന്താണ് സ്റ്റോൺ ഏജ് പീപ്പിൾ? സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലായുഗം. അതിലെന്ത് വരും? നമ്മുടെ ഓൾഡ് സ്റ്റോൺ ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയുന്ന പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് എല്ലാ ഏജും ഉൾപ്പെടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റോൺ ഏജ് പീപ്പിൾ ആദ്യമായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത മൃഗം ഏതാണ്? അത് ഷീപ്പാണ്, ചെമ്മരിയാടാണ്. മറക്കരുത്, 2 ക്വസ്റ്റ്യനും തമ്മിൽ കൺഫ്യൂസ് ആയി പോരുത്. സ്റ്റോൺ ഏജ് പീപ്പിൾ ആദ്യമായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത മൃഗം, ഈ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ശിലായുഗങ്ങളും കൂടെ വരും. മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ എന്താണ്? പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും മൊത്തത്തിലെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഏത് മൃഗത്തെയാണ് ആദ്യമായി ഈ ശിലായുഗത്തിലെ ആളുകൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതേതാണ്? അത് ഷീപ്പാണ്. ഇനി നിയോളിത്തിക് പീപ്പിൾ ആദ്യമായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതെന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ് ഉത്തരം വരുന്നത്? അത് ഡോഗാണ്. മറക്കരുത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ. നിയോളിത്തിക് പീപ്പിൾ, അതായത് നവീന ശിലായുഗത്തിലെ ആളുകൾ ആദ്യമായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആനിമൽ, മൃഗം ഏതാണ്? അത് ഡോഗാണ്. അതുപോലെ തന്നെ സ്റ്റോൺ ഏജ് പീപ്പിൾ ആദ്യമായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അത് ഷീപ്പിനെയാണ്, ചെമ്മരിയാടിനെയാണ്. മറക്കരുത്. വിച്ച് ഫേമസ് മൂവ്മെന്റ് ഡിഡ് മഹാത്മാഗാന്ധി ലോഞ്ച് ഇൻ ഓഗസ്റ്റ് 1942? 1942 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്ത മൂവ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അപ്പം 1942 ഓഗസ്റ്റിൽ ഏത് മൂവ്മെന്റ് ആണ് മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്തത്? മിക്കവാറുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ഏതാണത്? അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നാണ് നടന്നത്? ചോദ്യം നോട്ട് ചെയ്തോണം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നത് ഏത് വർഷമാണ്, ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 8, 1942 എന്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത് എന്നാണ്. ഓഗസ്റ്റ് 8, 1942. ഇനിയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്ത് എന്തിന് റെസ്പോൺസ് ആയിട്ടാണ്? ഇങ്ങനൊരു ചോദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു ഡാഷ്. നോട്ട് ചെയ്തോണം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്തത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു? 8 ഓഗസ്റ്റ് 1942. ഇനിയും എന്തിന് റെസ്പോൺസ് ആയിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു ഡാഷ്. ഇത് പ്രീവിയസ് ഇയർ ആണ്. എന്തിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്?
അത് ക്രിപ്സ് പ്രപ്പോസൽ അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ ഒക്കെ റെസ്പോൺസ് ആയിട്ടാണ്, അതിനെതിരെയായിട്ടാണ് എന്താ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ഇൻ റെസ്പോൺസ് ടു ക്രിപ്സ് പ്രപ്പോസൽ അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ. നോട്ട് ചെയ്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഗാന്ധിജിയുടെ ഫേമസ് ഡു ഓർ ഡൈ സ്പീച്ച്, അതായത് ഗാന്ധിജി ഒരു സ്പീച്ച് നടത്തിയപ്പോൾ അതിൽ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ആ സ്പീച്ച് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പീച്ചിലാണ് വരുന്നത്? അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്പീച്ചിലാണ് എന്ത് ഡു ഓർ ഡൈ എന്നുള്ള ഗാന്ധിജിയുടെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ആ സ്പീച്ച് വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന സ്ലോഗൻ, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് അല്ല, ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ ആരാണ് കോയിൻ ചെയ്യുന്നത്? അത് ആരാണ് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള സ്ലോഗൻ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, നോട്ട് ചെയ്തോണം. യൂസഫ് മെഹ്റലിയാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗന് കോയിൻ ചെയ്യുന്നത്. ആരാണ് കോയിൻ ചെയ്യുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ? യൂസഫ് മെഹ്റലി. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ മുംബൈയുടെ മേയറായിട്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ യൂസഫ് മെഹ്റലി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ കോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ലോഗനാണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സൈമൺ ഗോ ബാക്ക് എന്നൊരു സ്ലോഗൻ ഉണ്ട്. അത് കോയിൻ ചെയ്യുന്നതും ആ സ്ലോഗൻ കോയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? യൂസഫ് മെഹ്റലി തന്നെയാണ്. നോട്ട് ചെയ്തോണം, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ കോയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സൈമൺ ഗോ ബാക്ക് എന്ന സ്ലോഗൻ കോയിൻ ചെയ്യുന്നതും ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? മഹാത്മാഗാന്ധിയാണ്. എന്നാണ്? ഓഗസ്റ്റ് 8, 1942. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതെന്തിന് റെസ്പോൺസ് ആയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നത്? ക്രിപ്സ് പ്രപ്പോസൽ അല്ലെങ്കിൽ ക്രിപ്സ് മിഷന് റെസ്പോൺസ് ആയിട്ടാണ് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഗാന്ധിജി ലോഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ കോയിൻ ചെയ്യുന്നത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. അദ്ദേഹം തന്നെയാണ് സൈമൺ ഗോ ബാക്ക് എന്ന സ്ലോഗനും കോയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഗാന്ധിജിയുടെ ഫേമസ് ഡു ഓർ ഡൈ സ്പീച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത്? അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുണ അസഫ് അലി. ഈ അരുണ അസഫ് അലിയെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? അരുണ അസഫ് അലി. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? അരുണ അസഫ് അലി. നോട്ട് ചെയ്തോണം. അരുണ അസഫ് അലിയാണ് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. ആരാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? അത് അരുണ അസഫ് അലിയാണ്. ഇതേ അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുംബൈയിലെ ഗോവാലിയ തങ്ക് മൈതാനിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. ആരാണത്? അരുണ അസഫ് അലിയാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് നോക്കാം. ഏത് ഫേമസ് മൂവ്മെൻ്റ് ആണ് 1942 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്നത്? അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. അപ്പം 8 ഓഗസ്റ്റ് 1942 മഹാത്മാഗാന്ധിജി ലോഞ്ച് ചെയ്ത മൂവ്മെൻ്റ് ആണ് ഇത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നത് എന്തിന് റെസ്പോൺസ് ആയിട്ടായിരുന്നു? ക്രിപ്സ് പ്രപ്പോസൽ അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ റെസ്പോൺസ് ആയിട്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്ത. ഗാന്ധിജിയുടെ ഫേമസ് ഡു ഓർ ഡൈ സ്പീച്ച് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. ഇനിയും എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ ആദ്യമായി കോയിൻ ചെയ്യുന്നത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. അതുപോലെ തന്നെ സൈമൺ ഗോ ബാക്ക് എന്ന ടേമും അല്ലെങ്കിൽ ആ ഒരു സ്ലോഗനും കോയിൻ ചെയ്യുന്നത് ആരാണ്? അതും യൂസഫ് മെഹ്റലിയാണ്. അടുത്ത് നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? അരുണ അസഫ് അലി. എങ്ങനെയാണ് അരുണ അസഫ് അലി അറിയപ്പെട്ടിരുന്നത്? ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുംബൈയിലെ ഗോവാളിയ ടാങ്ക് മൈതാനിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? അരുണ അസഫ് അലിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഇനിയും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് വേണം ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നിട്ടായിരിക്കും ഏത് മൂവ്മെൻറ്റിനെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നതെന്ന് ചോദിക്കുന്നത്. എന്താണ്? ഓഗസ്റ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തന്നെയാണ്. എന്താണ്? ഓഗസ്റ്റ് റെവല്യൂഷൻ എന്നും ഓഗസ്റ്റ് മൂവ്മെൻറ്റ് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തന്നെയാണ്. മറക്കരുത്, നോട്ട് ചെയ്തോണം. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഇനിയും ചോദ്യങ്ങൾ വരും, അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വർഷം ഏതാണ്? 1920. നോട്ട് ചെയ്തോണം. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വർഷം 1920. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1930. മറക്കരുത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1920. ഇനിയും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്നാണ്? 1930. ജാലിയൻ വാലാബാഗ് മസാക്കർ ടുക്ക് പ്ലേസ് ഇൻ ദ സിറ്റി ഓഫ് ഡാഷ്. ജാലിയൻ വാലാബാഗ് മസാക്കർ ഏത് സിറ്റിയിലാണ് സംഭവിച്ചത്? ആ ഒരു ജാലിയൻ വാലാബാഗ് മസാക്കർ എവിടെയാണ് നടന്നതെന്നാണ്, ഈ സിറ്റിയിലാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏത് സംസ്ഥാനത്താണ് നടന്നത്, എവിടെയാണ് നടന്നതെന്ന് നമുക്കറിയാം. എവിടെയാണ്?
പഞ്ചാബിലാണെന്ന് നമുക്കറിയാം. പിന്നെ ഏത് സിറ്റിയിലാണ് നടന്നത്? അത് അമൃത്സറിലാണ്. നോട്ട് ചെയ്തോണം. ജാലിയൻ വാലാബാഗ് മസാക്കറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? അമൃത്സർ മസാക്കർ എന്ന്. ഏത് വർഷമാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ? 1919 മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത് 1919 ബ്രിട്ടീഷുകാർ റൗലറ്റ് ആക്ട് പാസ് ചെയ്യുന്നത്. ഈ റൗലറ്റ് ആക്ട് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത്ര ഓർത്തിരിക്കുക, 1919 ബ്രിട്ടീഷുകാർ റൗലറ്റ് ആക്ട് പാസ് ചെയ്യുന്നു. ഈ റൗലറ്റ് ആക്ട് പ്രകാരം എന്താണ്? ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ ആർക്ക് സാധിക്കും? ബ്രിട്ടീഷുകാർക്ക് സാധിക്കും. അപ്പോൾ അവരവരുടെ ഭരണം കുറച്ചുകൂടി ഇവിടേക്ക് ഒരു ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയും കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിചാരണ കൂടാതെ തടവിലാക്കാനും ആർക്ക് സാധിക്കുമായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അവർക്ക് പറയാൻ പോലും ഒരു അവസരം കൊടുക്കാതെ അവരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ കഴിയുമായിരുന്നു ഈ ഒരു ആക്ട് മൂലം. അപ്പം ഇതിനെതിരെ പ്രൊട്ടസ്റ്റുകളൊക്കെ വന്നു. ഇതിനെതിരെ പഞ്ചാബിലെ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ലീഡേഴ്സ് ആയിരുന്നു ഡോക്ടർ സത്യപാലും അതുപോലെ തന്നെ സെയ്ഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളായിരുന്നു പഞ്ചാബിൽ ഈ പ്രൊട്ടസ്റ്റിനെ ലീഡ് ചെയ്തത്. ഇവരെ എന്ത് ചെയ്യുന്നു? ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർ. ഇതിനെതിരെ ഇവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 1919 ഏപ്രിൽ 13 ഒരു ബൈശാഖി ദിവസമാണ്. പഞ്ചാബിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ബൈശാഖി എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ബൈശാഖി ഡേയിൽ ഏപ്രിൽ 13 1919 ഡേറ്റ് മറക്കരുത്, അന്ന് ബൈശാഖി ആയിരുന്നു. അപ്പം ഈ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയും ആളുകൾ എവിടെ ഒത്തുകൂടുന്നു? ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുന്നു. അതേ സമയത്ത് ഈ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും അതുപോലെ തന്നെ ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രതിഷേധങ്ങളുമായിട്ട് കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സും എവിടെ ഒത്തുകൂടുന്നു? ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുന്നു. അപ്പോൾ ഇവർക്കെതിരെ ബ്രിട്ടീഷുകാർ ഈ അൺആംഡ് പ്രൊട്ടസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഈ ഉത്സവം കൂടാൻ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വന്നവർക്കെതിരെയും ബ്രിട്ടീഷുകാർ ഫയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ആളുകളെ എല്ലാം വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തൻ്റെ ട്രൂപ്പിന് ഓർഡർ കൊടുത്തത് ആരാണ്? ജനറൽ റെജിനാൾഡ് എച്ച് ഡയർ ആണ്. നോട്ട് ചെയ്തോണം, കൺഫ്യൂസ് ആകാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ആളുകളെ എല്ലാം വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തൻ്റെ ട്രൂപ്സിന് ഓർഡർ കൊടുക്കുന്നത് ആരാണ്? ജനറൽ റെജിനാൾഡ് എച്ച് ഡയർ ആണ്. ഇനി ആ സമയത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. ഈ രണ്ടുപേരും തമ്മിൽ കൺഫ്യൂസ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. വെടിവെക്കാനായിട്ട് ട്രൂപ്സിന് ഓർഡർ കൊടുത്തത് ആരാണ്? ജനറൽ റെജിനാൾഡ് എച്ച് ഡയർ ആണ്. അതുപോലെ തന്നെ ആ സമയത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു? അത് മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നു? തൻ്റെ നൈറ്റ്ഹുഡ് എന്ന പദവി ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. അതുപോലെ തന്നെ ഗാന്ധിജി തനിക്ക് ലഭിച്ച കൈസറി ഹിന്ദ് മെഡലും പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചു നൽകുകയാണ്. അപ്പം ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് അതിന്റെ പ്രൊട്ടസ്റ്റായിട്ട് ഗാന്ധിജി കൈസറി ഹിന്ദ് മെഡൽ തിരിച്ചു നൽകുന്നു. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ നൈറ്റ്ഹുഡും ഉപേക്ഷിക്കുകയാണ്. ഇനിയും ഈ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ എൻക്വയറി ചെയ്യാൻ വേണ്ടി രൂപീകരിക്കുന്ന കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. നോട്ട് ചെയ്തോണം. ജാലിയൻ വാലാബാഗ് മസാക്കർ എൻക്വയറി ചെയ്യാൻ വേണ്ടി രൂപീകരിക്കുന്ന കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കി, ജാലിയൻ വാലാബാഗ് മസാക്കർ വർഷം 1919 എന്നാണ് നടന്നത്. ഏപ്രിൽ 13 1919 എവിടെയാണ്? അമൃത്സറിലാണ് നടക്കുന്നത് ജാലിയൻ വാലാബാഗ് മസാക്കർ. കാരണം എന്താണ്? ഈ ജാലിയൻ വാലാബാഗ് മസാക്കറിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. റൗലറ്റ് ആക്ട് ആണ്, അല്ലെങ്കിൽ ഡോക്ടർ സത്യപാലിന്റെയും അതുപോലെ തന്നെ സെയ്ഫുദ്ദീൻ കിച്ലുവിന്റെയും അറസ്റ്റ് ആണ്. അപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നിലെ ഓപ്ഷനകത്തിൽ റൗലറ്റ് ആക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ സത്യപാലിന്റെയും സെയ്ഫുദ്ദീൻ കിച്ലുവിന്റെയും അറസ്റ്റ് എന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ജാലിയൻ വാലാബാഗ് മസാക്കറിന്റെ ഇമ്മീഡിയറ്റ് റീസൺ കോസ് എന്ന് പറയുന്നത്. ഇനി ജാലിയൻ വാലാബാഗ് മസാക്കറിൽ ആരാണ് തന്റെ ട്രൂപ്സിനോട് ഓർഡർ ചെയ്യുന്നത് ഇവരെ ഫയർ ചെയ്യാൻ വേണ്ടി? ജനറൽ റെജിനാൾഡ് എച്ച് ഡയർ ആണ്. ആ സമയത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ്. റൗലറ്റ് ആക്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ചുരുക്കം പറഞ്ഞു. ഏതൊരു വ്യക്തിയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാമായിരുന്നു ഈ റൗലറ്റ് ആക്ട് കാരണം. ഇതിനെതിരെ പഞ്ചാബിൽ പ്രൊട്ടസ്റ്റ് ചെയ്തതാണ് ആര്? ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും. ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനെതിരെ കുറച്ച് പ്രൊട്ടസ്റ്റുകൾ വരുന്നു, സമാധാനപരമായ പ്രൊട്ടസ്റ്റുകളൊക്കെ വരുന്നു. അങ്ങനെയാണ് ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ ഉണ്ടാകുന്നത്. മറക്കരുത്, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കുക. Who was the first president of the Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അപ്പം INCയും അതിൻ്റെ പ്രസിഡൻസും ഒക്കെ നമ്മൾ 2-3 ക്ലാസ്സുകളിൽ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, INCയും പ്രസിഡൻസും സെഷൻസും ഒക്കെ. അപ്പം ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഇത് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് INCയുടെ ആദ്യ പ്രസിഡന്റ്?
അത് WC ബാനർജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? അത് WC ബാനർജിയാണ്. ആദ്യത്തെ സെഷൻ എവിടെയാണ്? ബോംബെയിൽ വെച്ചാണ് നടക്കുന്നത്. 1885 വർഷവും അതുപോലെ തന്നെ സെഷൻസും എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ആദ്യ സെഷൻ ബോംബെയിലാണ്. 1885 ആരാണ് പ്രസിഡന്റ്? WC ബാനർജിയാണ് പ്രസിഡന്റ്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് മൂന്നാമത്തെ സെഷൻ, തേർഡ് സെഷൻ 1887 പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജിയാണ്. പ്രത്യേകത എന്താണ്? ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? അത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ഏത് സെഷനാണ്? അത് മദ്രാസ് സെഷനാണ്. 1887 മദ്രാസ് സെഷനിലാണ് എന്ത്? ബദറുദ്ദീൻ തിയാബ്ജി INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ഉണ്ടാവുന്നത്. എവിടെയാണ്? മദ്രാസ് സെഷൻ 1887. ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ, നാലാമത്തെ സെഷൻ, അലഹബാദ് സെഷൻ 1888. INCക്ക് ആദ്യമായൊരു വിദേശ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡന്റ് വരുന്നത് എന്നാണ്? 1888 അലഹബാദ് സെഷനിലാണ്. ആരായിരുന്നു അത്? ജോർജ് യൂളാണ്. 1888 ജോർജ് യൂള് അലഹബാദ് സെഷൻ. എന്താണ് പ്രത്യേകത? ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വിദേശ പ്രസിഡന്റ്, ആദ്യത്തെ വിദേശ പ്രസിഡന്റ്. INCക്ക് ആദ്യമായൊരു വിദേശ പ്രസിഡന്റ് വരുന്നത് എന്നാണ്? 1888 അലഹബാദ് സെഷനിലാണ്. ആരാണത്? ജോർജ് യൂളാണ്. INCയെക്കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സും ഇനി പറയാൻ പോകുന്ന പോയിന്റ്സും എന്താണ്? നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളതുപോലെ തന്നെ കൺഫ്യൂസ് ആവാൻ സാധ്യതയായിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതി വെച്ച് നല്ലപോലെ മറക്കാതെ റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് ചെയ്ത് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 1896 കൽക്കത്ത സെഷനാണ്. എന്നാണ്? 1896 നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്, കേട്ടോണ്ടിരിക്കാതെ എഴുതി തന്നെ പഠിക്കുക. 1896 കൽക്കത്ത സെഷൻ പ്രസിഡന്റ് ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. റഹ്മത്തുള്ള സയാനി 1896 കൽക്കത്ത സെഷൻ. എന്താണ് പ്രത്യേകത? നാഷണൽ സോങ്ങായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സെഷനാണ്. ഏത്? 1896 കൽക്കത്ത സെഷൻ. പ്രസിഡന്റ് ആരായിരുന്നു? റഹ്മത്തുള്ള സയാനിയായിരുന്നു. മറക്കരുത്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്ന INC സെഷൻ ഏതാണ്? 1896 കൽക്കത്ത സെഷനാണ്. പ്രസിഡന്റ് ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് 1907. നമ്മൾ പഠിച്ചതാണ്. എന്താണ് 1907 INC സെഷന്റെ പ്രത്യേകത? സൂററ്റ് സ്പ്ലിറ്റ്. എന്താണ്? എക്സ്ട്രീമിസ്റ്റും അതുപോലെ തന്നെ മോഡറേറ്റ്സുമായിട്ട് എന്താണ് ഈ INC സെഷൻ സ്പ്ലിറ്റ് ആകുന്നത്? എവിടെയാണ്? സൂററ്റിലാണ്. 1907 സൂററ്റ് സ്പ്ലിറ്റ്. ആരായിരുന്നു പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. മറക്കരുത്. 1907 എന്താ സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത്. പ്രസിഡന്റ് ആരാണ്? റാഷ് ബിഹാരി ഘോഷാണ്. അതുപോലെ തന്നെ സെഷൻ എവിടെയാണ്? സൂററ്റ് സ്പ്ലിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ സെഷൻ എവിടെയായിരിക്കും? സൂററ്റിലാണ് നടക്കുന്നത്. 1907 സൂററ്റ് സ്പ്ലിറ്റ്. പ്രസിഡന്റ് ആരാണ്? റാഷ് ബിഹാരി ഘോഷാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് 1911 കൽക്കത്ത സെഷൻ. എന്താണ് പ്രത്യേകത? ആദ്യമായി ജനഗണമന ആലപിക്കുന്നത് എവിടെയാണ്? അത് 1911 കൽക്കത്ത സെഷനിലാണ്. ആരായിരുന്നു പ്രസിഡന്റ്? BN ധാറാണ് പ്രസിഡന്റ്. ആരാണ്? 1911 BN ധാറാണ്. കൽക്കത്തയിലാണ് നടക്കുന്നത്. അപ്പം ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് എന്നാണ്? 1911 കൽക്കത്ത സെഷനിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ദേ മാതരം എന്നായിരുന്നു. 1896 അതും എവിടെ തന്നെയാണ്? കൽക്കത്തയിൽ തന്നെയാണ്. ആരായിരുന്നു പ്രസിഡന്റ്? അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷനാണ് 1916 ലക്നൗ സെഷൻ. എന്താണ് പ്രത്യേകത? നമ്മൾ പറഞ്ഞു 1907 സൂററ്റ് സ്പ്ലിറ്റ് സംഭവിച്ചു. ഇവർ വീണ്ടും ഒന്നാവുന്നത് എവിടെ വെച്ചിട്ടാണ്? 1911 ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ്. ആരായിരുന്നു പ്രസിഡന്റ്? AC മജുംദാറാണ്. അപ്പം 1907 സൂററ്റ് സ്പ്ലിറ്റിൽ പിരിഞ്ഞ്, അതായത് രണ്ടായിട്ട് പിരിഞ്ഞ മോഡറേറ്റ്സും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റും വീണ്ടും യോജിക്കുന്നത് ഏത് സെഷനിൽ വെച്ചിട്ടാണ്? 1916 ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ്. ആരായിരുന്നു പ്രസിഡന്റ്? AC മജുംദാർ ആയിരുന്നു പ്രസിഡന്റ്. ഇനി അടുത്ത സെഷൻ, അതായത് ഈ ലക്നൗ പാക്ട്, ലക്നൗ സെഷന്റെ തൊട്ടടുത്ത വർഷം 1917 കൽക്കത്ത സെഷൻ. പ്രത്യേകത എന്താണ്? ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. വർഷം 1917. അതാരായിരുന്നു വനിതാ പ്രസിഡന്റ്? ആനി ബെസന്റ് ആയിരുന്നു. മറക്കരുത്. 1917 കൽക്കത്ത സെഷനാണ് INCക്ക് ആദ്യമായ ഒരു വനിതാ പ്രസിഡന്റ് വരുന്നത്. ആരായിരുന്നു അത്? അത് ആനി ബെസന്റ് ആയിരുന്നു. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷനാണ് 1924 ബെൽഗാം സെഷൻ. എന്താണ് പ്രത്യേകത? മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആകുന്ന INC സെഷനാണ്. ഏത്? 1924 ബെൽഗാം സെഷൻ. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി പ്രസിഡന്റായിട്ട് വരുന്ന INC സെഷൻ ഏതാണ്? 1924 ബെൽഗാം സെഷനാണ്. ഈ ഒരു സെഷനിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മഹാത്മാഗാന്ധി INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ.
ഇനിയും തൊട്ടടുത്ത വർഷം 1925 കാൺപൂർ സെഷൻ. പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ്, ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റായി എത്തുന്ന ഒരു ANC സെഷനാണ് എന്ത്? കാൺപൂർ സെഷൻ 1925. ആരായിരുന്നു ആ പ്രസിഡന്റ്? സരോജിനി നായിഡു ആയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ആ ഫസ്റ്റ് വനിതാ പ്രസിഡന്റ്, ANCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? അത് ആനി ബെസന്റ് ആയിരുന്നു. ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു ANCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. അത് ഏത് വർഷം ഏത് സെഷനായിരുന്നു? 1917 കൽക്കത്ത സെഷനിലായിരുന്നു ANC ആദ്യമായ ഒരു വനിതാ പ്രസിഡന്റ് വരുന്നത്. ആനി ബെസന്റ് ആയിരുന്നു. ഇനിയും 1925 എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ANC. ഏത് സെഷനാണ്? കാൺപൂർ സെഷനാണ്. ആരായിരുന്നു പ്രസിഡന്റ് ആയത്? സരോജിനി നായിഡു ആയിരുന്നു. അടുത്തത് 1929 ലഹോർ സെഷൻ. എന്താണ് പ്രത്യേകത? പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തത് ഏത് സെഷനിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആരായിരുന്നു ആ സമയത്ത് ANC പ്രസിഡന്റ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാണ്? 1929 ലഹോർ സെഷനാണ്. പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മറക്കരുത്. പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് 1929 ലഹോർ സെഷനിലാണ്. ആരായിരുന്നു പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകുന്ന ANC സെഷൻ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഏതാണ്? 1938 ഹരിപുര സെഷനാണ്. എന്ത്? സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകുന്ന ANC സെഷൻ 1938 ഹരിപുര സെഷൻ. മറക്കരുത്. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകുന്ന ANC സെഷൻ ഏതാണ്? 1938 ഹരിപുര സെഷനാണ്. ഇനി ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ANC പ്രസിഡന്റ് ആരായിരുന്നു? VYQ വന്നിട്ടുള്ളതാണ്. ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? JV കൃപലാനി ആയിരുന്നു. മറക്കരുത്, നോട്ട് ചെയ്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻസ് ടൈമിൽ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അത് JB കൃപലാനി ആയിരുന്നു. ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പം നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൺഫ്യൂസ് ആകാതെയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓർമ്മ നിൽക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ പറഞ്ഞ ANC സെഷൻസും അതുപോലെ തന്നെ ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ നല്ലപോലെ ചോദിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹു ഡിഫീറ്റഡ് ദ മറാത്താസ് ഇൻ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? അപ്പം മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്താസിനെ തോൽപ്പിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മൂന്നാം പാനിപ്പത്ത് യുദ്ധം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം, രണ്ടാം പാനിപ്പത്ത് യുദ്ധം എല്ലാം എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഹിസ്റ്ററിയുടെ PYQവിൽ. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ നോട്ട് ചെയ്യുക. മൂന്നാം പാനിപ്പത്ത് യുദ്ധം, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നാണ് നടക്കുന്നത്? 1761 ജനുവരി 14 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്ന വർഷം 1761 ജനുവരി 14. ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? മറാത്ത എംപയറും അഫ്ഗാൻ ആർമിയും തമ്മിലാണ് നടക്കുന്നത്. മറാത്ത എംപയറും അഫ്ഗാൻ ആർമിയും തമ്മിലാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് നടക്കുന്നത് 1761 ജനുവരി 14 നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? മറാത്താസിനെ തോൽപ്പിക്കുന്നത് ആരാണ്? മറാത്താസും അഫ്ഗാൻ ആർമിയും തമ്മിലല്ലേ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. അപ്പം മറാത്താസിനെ തോൽപ്പിച്ചത് ആരാണ്? അത് അഫ്ഗാൻ ആർമിയാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം, അതായത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നാണ് നടക്കുന്നത് 1526 ഏപ്രിൽ 21. നോട്ട് ചെയ്യുക. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 ഏപ്രിൽ 21. ആരൊക്കെ തമ്മിലാണ്? ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയും, ഡൽഹി സൽത്തനേറ്റിലെ ലാസ്റ്റ് എംപയറായ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് എന്ത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. പാനിപ്പത്ത് എവിടെയാണെന്ന് അറിയാമല്ലോ. എവിടെയാണ്? ഹരിയാനയിലാണ്. ഇനിയും സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? ഹേമചന്ദ്ര വിക്രമാദിത്യ, ഹേമു എന്നറിയപ്പെടുന്ന ഹേമചന്ദ്ര വിക്രമാദിത്യനും അതുപോലെ തന്നെ അക്ബറും തമ്മിൽ നടക്കുന്നതാണ് എന്ത്? രണ്ടാം പാനിപ്പത്ത് യുദ്ധം. വർഷം ഏതാണ്? 1556 നവംബർ 5. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നാണ്? 1526 ഏപ്രിൽ 21. ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ്? 1556 നവംബർ 5 ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? അക്ബറും ഹേമചന്ദ്ര വിക്രമാദിത്യ. ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നായിരിക്കില്ല ചിലപ്പോൾ ഓപ്ഷനിൽ വരുന്നത്, ഹേമു എന്നായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അക്ബറും ഹേമുവും തമ്മിൽ 1556 നവംബർ 5 നടന്ന യുദ്ധമാണിത്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇനി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വർഷം എന്നാണ്? 1761. ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? മറാത്ത എംപയറും അതുപോലെ തന്നെ അഫ്ഗാൻ ഫോഴ്സസും തമ്മിലാണ് എന്ത്? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത് 1761 ജനുവരി 14. നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം. നോട്ട് ചെയ്തോണം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വർഷം എത്രയാണ്? 1526 ഏപ്രിൽ 21. എവിടെ വെച്ച്, ആരൊക്കെ തമ്മിലാണ്? എവിടെ വെച്ചാണ്? പാനിപ്പത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഹരിയാനയിലാണ് പാനിപ്പത്ത് എന്ന് പറയുന്നത്.
ഇനിയും ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ബാബറും അതുപോലെ തന്നെ ഡൽഹി സൽത്തനേറ്റിലെ ലാസ്റ്റ് റൂളറായ ഇബ്രാഹിം ലോധി. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ 1526 ഏപ്രിൽ 21 നടന്ന യുദ്ധമാണിത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇനി രണ്ടാം പാനിപ്പത്ത് യുദ്ധം കറക്റ്റ് 30 വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം 1556 നവംബർ 5 ആരൊക്കെ തമ്മിലാണ്? അക്ബറും ഹേമുവും, ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ഹേമുവും അക്ബറും തമ്മിൽ 1556 നവംബർ 5 നടക്കുന്നതാണ് എന്ത്? രണ്ടാം പാനിപ്പത്ത് യുദ്ധം, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇനി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, മൂന്നാം പാനിപ്പത്ത് യുദ്ധം, വർഷം എത്രയാണ്? 1761 ജനുവരി 14 നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? മറാത്ത ഫോഴ്സസും അതുപോലെ തന്നെ അഫ്ഗാൻ ആർമിയും തമ്മിലാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. മറക്കരുത്, നോട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലെ വീഡിയോയുമായി വീണ്ടും കാണാം.